അപ്പോൾ കോറൽ ഡ്രോ, അതായത് ഫോട്ടോഷോപ്പ് വന്നിട്ട് ഇമേജ് എഡിറ്റിംഗ് പോലെ കോറൽ ഡ്രോ ഷേപ്പ്, ഫോട്ടോഷോപ്പിന് കുറേ ഷേപ്സ് ഉണ്ട്. അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വെക്ടർ ഗ്രാഫിക്സ് എന്ന് പറയും. ഫോട്ടോഷോപ്പ് വന്നിട്ട് പിക്സൽ ഗ്രാഫിക്സ്. ഓക്കെ, പിക്സലുമായിട്ട് റിലേറ്റഡ് ഉള്ള സോഫ്റ്റ്വെയർ ആണ് ഫോട്ടോഷോപ്പ്. ഇല്യൂസ്ട്രേറ്ററും കോറൽ ഡ്രോയും വെക്ടർ ഗ്രാഫിക്കാണ്. നമ്മൾ ആദ്യം കോറൽ ഡ്രോ ആണ് നോക്കുന്നത്. കോറൽ ഡ്രോ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് വന്നിട്ട് X6 ആണ്. കോറൽ ഡ്രോ X6 പറയുമ്പോൾ വേർഷനാണ്. കോറൽ ഡ്രോ ഫോട്ടോഷോപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു അഡോബ് CS3, അഡോബ് ഫോട്ടോഷോപ്പ് CS3 ആണ് നിങ്ങൾ നോക്കിയത്. അതേപോലെ കോറൽ ഡ്രോയിൽ വന്നിട്ട് X6 എന്ന് പറയും, അതായത് 16ാമത്തെ വേർഷനാണ്. എക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് 10ഉം 6 എന്ന് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ 10ഉം 6ഉം 16. അപ്പോൾ കോറൽ ഡ്രോ 1, 2, 3, 4, 5 അങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ X6 ആണ് ഇപ്പോൾ ബേസിക് ആയിട്ട് കോറൽ ഡ്രോ പഠിക്കാൻ എല്ലാവരും യൂസ് ചെയ്യുന്നത്. അതിന് ശേഷം ഇപ്പോൾ 2024 വന്നിട്ടുണ്ട്. ഏകദേശം ഇപ്പം തന്നെ ഏകദേശം 8 വർഷത്തെ ഡിഫറൻസ് ഉണ്ടാവും. പക്ഷെ ബേസിക്കലായിട്ടുള്ള എല്ലാ സബ്ജക്റ്റും നമുക്ക് X6 തന്നെ പഠിക്കാം. ഓക്കെ, കോറൽ ഡ്രോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോഷോപ്പ് പോലെ തന്നെ ഒന്നിന് ഒരു വെൽക്കം വിൻഡോ വരും. അങ്ങനെ ഒരു സ്ക്രീൻ ഇവിടെ വരും. ഇപ്പം എന്ത് ഓപ്പൺ ആവുന്നില്ല, അഥവാ വന്നില്ലെങ്കിൽ ക്ലോസ് ചെയ്യുക, കുഴപ്പമില്ല. അതിൽ തന്നെ നിങ്ങൾക്ക് പുതിയ വിൻഡോ എടുക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ടാവും. ഫോട്ടോഷോപ്പിൽ Ctrl+N അടിച്ച് കഴിഞ്ഞാലും ഫയലിൽ പോയിട്ട് ന്യൂ എടുത്താൽ അതേപോലെ തന്നെ ഇതിലുണ്ട്. ഫയലിൽ പോയിട്ട് ന്യൂ എടുത്തു കഴിഞ്ഞാൽ Ctrl+N ഷോർട്ട് കട്ട് ഉണ്ട്. അതുകൂടാതെ താഴെ ബട്ടണായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും പുതിയ ഡോക്യുമെൻ്റ് എടുക്കാനുള്ള വിൻഡോ വന്നിട്ടുണ്ടാവും. ആ വിൻഡോയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നെയിം, ഫോട്ടോഷോപ്പിൽ പോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫയലിൻ്റെ നെയിം എന്താണെന്നുള്ളതാണ് ഫസ്റ്റ് ഉള്ളത്. അൺടൈറ്റിൽ വണ്ണതായിരിക്കും ഇതിലുണ്ടാവുക. അത് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ വർക്കൊക്കെ കഴിഞ്ഞ ശേഷം സേവ് ചെയ്യുമ്പോഴും നമുക്ക് പേര് മാറ്റാം. പിന്നെ അതിന് താഴെ വന്നിട്ട് കോറൽ ഡ്രോയിൻ്റെ അതിൻ്റെ ഡിഫാൾട്ട് സെറ്റിങ്സ് ആണ്, അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതിന് താഴെ സൈസ്, അതായത് പ്രീസെറ്റ് ആയിട്ട് നിറയെ സൈസ് ഉണ്ട്. ഫോട്ടോഷോപ്പ് പോലെ നിറയെ സൈസ് ഉണ്ട് ഇതിൽ. A4, A3, A6, A5, അതുകൂടാതെ വെബ്, ബാനർ, ഫുൾ സ്ക്രീന്, നിറയെ സൈസ് ഉണ്ട്. എൻവലപ്പ്. ഇപ്പോൾ ഇതിൽ A4 വേണം പറയുന്നത് A4ൻ്റെ സൈസ് എടുക്കുക. അതവിടെ A4 പോയി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന വിട്ടും ഹൈറ്റും A4ൻ്റെ സൈസിലേക്ക് മാറും. അത് A3ക്ക് ആക്കണം പറയുന്നത് A3ക്ക് സൈസിലേക്ക് മാറും. നമ്മളിതിൽ ഇല്ലാത്ത, ഈ പ്രീസെറ്റിൽ ഇല്ലാത്ത സൈസാണ് പറയുന്നത് നമുക്ക് ഡിഫാൾട്ടായിട്ട് നമുക്ക് മാനുവലായിട്ട് ഇവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് മില്ലിമീറ്ററിൽ വേണോ, സെൻറ്റിമീറ്ററിൽ വേണോ, ഇഞ്ചസിൽ വേണോ, ഫീറ്റിൽ വേണോ, യാർഡിൽ വേണോ, മൈൽസിൽ വേണോ, എല്ലാ ഡീറ്റെയിൽസ്, കൂടുതൽ മെഷർമെൻറ്റ് യൂണിറ്റ് കോർണറിലുണ്ട്. കേട്ടോ, ഫോട്ടോഷോപ്പിൽ ഫീറ്റ് ഇല്ല, അതിന് ഫീറ്റും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മെഷർമെൻറ്റ് ഇതിൽ കൊടുക്കുക. അതുകൂടാതെ ഇവിടെ 2 ബട്ടൺ കാണും സൈഡ് ചെറുതായിട്ട്. അത് ലാൻഡ്സ്കേപ്പ് വേണോ, പോർട്രേറ്റ് വേണോ എന്നാണ്. അതായത് ഹൊറിസോണ്ടൽ വേണോ, വെർട്ടിക്കലായിട്ട് വേണോ എന്ന്. ഇപ്പം ഞാൻ A4 സെലക്ട് ചെയ്തു. ഇതിൽ A4 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം വന്ന് വിത്ത് 210 mm, ഹൈറ്റ് 297 mm. എന്താണ്, ഹൈറ്റാണ് കൂടുതൽ, അപ്പോൾ വെർട്ടിക്കലാണ്. അപ്പോൾ ഇതിൽ ലാൻഡ്സ്കേപ്പ് വേണം പറഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് ഇവിടെ മെഷർമെൻറ്റ് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, 297 mm എന്നുള്ളത് മുകളിൽ വന്നു. അപ്പോൾ എന്താവും, ലാൻഡ്സ്കേപ്പ് ആവും. അതിന് താഴെ ഈ ഫോട്ടോഷോപ്പിൽ ഇല്ലാത്തൊരു കാര്യത്തിലുണ്ടാവും, നമ്പർ ഓഫ് പേജസ്. ഫോട്ടോഷോപ്പിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഫ്രണ്ടും ബാക്കും ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡോക്യുമെൻ്റ് ആയിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുക. കോറൽ ഡ്രോയിൽ ഒരേ ഡോക്യുമെന്റിൽ നമ്പർ ഓഫ് പേജ്, ഒരു ഫ്രണ്ട് ഒരു പേജ്, ബാക്ക് വേറെ പേജ്, അങ്ങനെ മൾട്ടിപ്പിൾ പേജ് ആയിട്ട് വർക്ക് ചെയ്യാം. എത്ര പേജ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതിന് താഴെ കളർ മോഡ്, CMYK വേണോ, RGB വേണോ, 2 പേജ് കൊടുത്താൽ മതി. അല്ല, നമ്മൾ കൊടുക്കാൻ മറന്നുപോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം, അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 2 പേജ് ഇതിൽ വരും. ഇപ്പോൾ ഒരു പേജിൽ തന്നെ ഇരിക്കട്ടെ, ഞാൻ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ CMYK എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രിന്റിംഗ് ആണ് നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത് CMYK. നമ്മൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് മറ്റേ ഡിജിറ്റൽ ആയിട്ടുള്ള വർക്കാണ് ചെയ്യണമെന്ന് പറയുന്നത് RGB. ഓക്കെ, ഇത്രയാണ് കാര്യങ്ങൾ. ഇത് പ്രിവ്യൂ മോഡാണ്, ഇത് എൻഹാൻസർ, ഇത് മാറ്റേണ്ട ആവശ്യമില്ല. ഇതെല്ലാം എൻ്റർ ചെയ്ത ശേഷം താഴെ OK കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും അതിൻ്റെ സ്ക്രീൻ വരിക. ഇത് മൊത്തം വൈറ്റ് ആയിരിക്കും. ഓൾറെഡി നടുക്ക് ചെറിയൊരു ബോക്സ് കാണുന്നില്ല, ഇത് ബോക്സ് ഒന്നുമില്ല, സെലക്ട് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ കൊടുത്ത മെഷർമെൻറ്റ് എത്ര നമുക്കൊരു ഉദ്ദേശം അറിയാൻ വേണ്ടി അതിൽ തന്നെ ഒരു ഡിസൈൻ വന്നിരിക്കുകയാണ്. ഇത് സെലക്ട് ചെയ്യാനൊന്നും പറ്റില്ല, നമുക്കൊരു ഏകദേശം ധാരണ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് സൈസ് മാറ്റണം എന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ A4 കൊടുത്ത സൈസ് ഇവിടെ ഉണ്ട് മുകളിൽ. ഇവിടെ തന്നെ എനിക്ക് വേണ്ടി ഞാൻ A3 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, സൈസ് A3 ആയി. അത് വെർട്ടിക്കലാക്കി, അത് ഇവിടെ തന്നെ ഹൊറിസോണ്ടലാക്കാം. ഓക്കെ,
ഇപ്പൊ ഞാൻ ഇതിന്റെ മെഷർമെന്റ് എത്ര അറിയണമെങ്കിൽ ഇതാ A3 തൊട്ട് ഇവിടെ 2 ഡാറ്റ കൊടുത്തിട്ടുണ്ട്. 420x297 mm. അതിന്റെ മെഷർമെന്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താ ഡോക്യുമെന്റ് എടുത്തെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ഇന്റർഫേസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫോട്ടോഷോപ്പിലുള്ള പോലെ തന്നെ മുകളിൽ ഫയൽ, എഡിറ്റ്, വ്യൂ എന്ന് കുറെ ലെറ്റേഴ്സ് ഉണ്ട്. ഇതിന് എന്തായിരിക്കും പറയാ? ഫോട്ടോഷോപ്പിൽ എന്താ പറയാ? മെനു ബാർ. ഇതേ മെനു ബാർ തന്നെയാണ് ഇതും. ഇതിൽ വ്യത്യാസം ഉണ്ടാവും, കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ അതിന് താഴെ സ്റ്റാൻഡേർഡ് ബാർ എന്ന് പറയും. സ്റ്റാൻഡേർഡ് ബാർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെനു ബാറിലുള്ള ചില അത്യാവശ്യമുള്ള ചില മെനൂസ്, ഞാൻ പുതിയ ഡോക്യുമെന്റ് എടുക്കാൻ, ഓപ്പൺ, അതേപോലെ സേവ് ചെയ്യാൻ, പിന്നെ എക്സ്പോർട്ട് ചെയ്യാൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ മെനുവിൽ തന്നെ ഉള്ളത് തന്നെയാണ്. അതിന് ക്വിക്കായിട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ തന്നെ സേവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കേഴ്സർ കൊണ്ടുപോകുമ്പോൾ തന്നെ അതിൽ കാണിക്കുന്നുണ്ട് സേവ് എന്ന്. ഈ ഭാഗത്ത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ന്യൂ ഫയൽ, ന്യൂ, ഇത് ഓപ്പൺ. ഈ ഫയലിൽ പോയിട്ട് ഓപ്പൺ എടുക്കുന്നതിന് പകരം ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. അതേപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട്. അതിനെ വരാം. ഫോട്ടോഷോപ്പിൽ അതില്ല. ഫോൾഡറിൽ എന്താ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇത് പറയാം. അപ്പൊ അതും ഇപ്പൊ ഹൈഡാണ്. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവുള്ളൂ. ഒരു ഫയൽ ഉണ്ടെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇവിടെ ലെഫ്റ്റ് സൈഡ് കാണുന്നത് അല്ല എന്തായിരിക്കും? ടൂൾസ്. ഇതില് കൂടുതലും ഷേപ്പും ടെക്സ്റ്റുമായിട്ടുള്ള ടൂൾസാണ് ഉള്ളത്. ഇമേജ് എഡിറ്റിംഗ് ടൂൾസ് ഇതിലില്ല. അതേപോലെ സെലക്ഷൻ, ക്വിക്ക് സെലക്ഷൻ, ലാസോ ടൂള്, അതൊന്നും ഇല്ല. കാരണം എന്താണ്? ഇതിൽ ഇമേജ് എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ അല്ല കോർണറോ. ഇമേജ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഫോട്ടോഷോപ്പിലാണ്. അപ്പോൾ ഷേപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ടൂൾസ് ഒക്കെ ആയിരിക്കും ഇതിലുണ്ടാവുക. അതുകൂടാതെ ടെക്സ്റ്റും ഉണ്ടാവും. ടെക്സ്റ്റ് ടൂൾ ഇതിലുള്ള ഏതായിരിക്കും ഇതിൽ ടെക്സ്റ്റ് ടൂൾ ഉണ്ടാവുക? ഫോട്ടോഷോപ്പിൽ T എന്നാണ്, ഇതിൽ ഏതായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ അതിന് താഴെ ഈ സ്റ്റാൻഡേർഡ് ബാർ താഴെ കുറേ നമ്പേഴ്സും അക്കങ്ങളൊക്കെ ഉണ്ടാവും. ഏകദേശം ഫോട്ടോഷോപ്പിന്റെ ഓപ്ഷൻ ബാർ പോലെയാണ് ഇത്, പക്ഷെ കുറച്ചും കൂടെ അഡ്വാൻസ് ആണ്. പ്രോപ്പർട്ടി ബാർ എന്ന് അതിന് പറയാം. ഇതിലിപ്പോ നോർമലി നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു മെഷർമെന്റ് എടുത്തിരിക്കുന്ന ക്യാൻവാസ് സൈസ് എത്രയെന്ന് അറിയണമെങ്കിൽ അതിന്റെ മെനു ബാറിൽ ഇമേജിൽ പോയിട്ട് ഇമേജ് സൈസ് ഒക്കെ നോക്കേണ്ടി വരും. ഇതിന് നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും എത്രയാണ് സൈസ് എന്നുള്ളത്. എടുത്തിരിക്കുന്നത് A4 ആണോ, അത് യൂണിറ്റ് മില്ലിമീറ്റർ ആണോ, അത് വേണമെങ്കിൽ ഇവിടുന്ന് മാറ്റാം. യൂണിറ്റ് പിക്സൽസിലേക്ക് മാറ്റാം, സെന്റിമീറ്ററിലേക്ക് മാറ്റാം. ഓക്കെ, അതൊക്കെ നമുക്ക് പ്രോപ്പർട്ടി ബാർ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ കളർ പാനൽ ഉണ്ട്. സാധാരണ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഞാനത് ഡ്രാഗ് ചെയ്ത് താഴെ കിട്ടതാണ്. ചിലപ്പോൾ നിങ്ങൾ സിസ്റ്റത്തിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും കാണാം. നമുക്ക് ഇതാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പാനൽ നീക്കാൻ പറ്റും. ഇത് കൊടുത്ത് ഇങ്ങനെ ഇവിടെ ആയിരിക്കും ഉണ്ടാവുക സാധാരണ. ഞാൻ കൂടുതൽ കളർ കിട്ടാൻ വേണ്ടി ഞാനെടുത്ത് താഴെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്.